ഭൂമിയിലെ പണ്ഡിതന്മാർ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. കരയിൽ ഇരുൾ പരക്കുമ്പോൾ അവർ വഴിവിളക്കുകളായി പ്രകാശം ചൊരിയുന്നു. മനുഷ്യ സഞ്ചയത്തിന് നേരിന്റെ വഴി കാണിക്കുന്നു. ഭൂമിയിലെ മനുഷ്യരോട് കാരുണ്യത്തോടെ പെരുമാറുന്നു. കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ വിനയത്തിന്റെ നേർരൂപമായി താഴെ ഇറങ്ങി ചേർന്നു നിൽക്കുന്നു. ഉള്ളവനോടും ഇല്ലാത്തവനോടും ഒരുപോലെ ലാളിത്യത്തിന്റെ പ്രതീകമായി സ്നേഹം ചൊരിയുന്നു. അങ്ങനെ ഒരാൾ കാലത്തിന്റെ കാവ്യഭാവന പോലെ യാഥാർത്ഥ്യങ്ങൾ നെയ്തെടുത്ത് അത്ഭുതങ്ങൾ വിരിയിച്ച് ആർക്കും പരിഭവങ്ങളുണ്ടാക്കാതെ ഈ ഭൂമിയിൽ നിന്നും പടിയിറങ്ങിപ്പോയ താരകം പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് അറിവിന്റെയും നേരിന്റെയും ആദർശ വഴി 100 വർഷമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തെ ഒരു പതിറ്റാണ്ട് കാലം അമരരംഗത്ത് നിന്ന് നയിച്ച പണ്ഡിത ശ്രേഷ്ഠർ, അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ തെളിഞ്ഞു പ്രകാശിച്ച നായകൻ, ഒരു നിയോഗം പോലെ ഓരോ പദവിയും ഉന്നതമായ ദൗത്യ നിർവഹണങ്ങളായി ചരിത്രത്തിന്റെ നല്ല വഴികളിൽ അടയാളപ്പെടുത്തി. 1945-ൽ കുന്നത്ത് മൂസ ഹാജിയുടെയും ഇയാത്തുക്കുട്ടിയുടെയും മകനായി പിറന്ന ഉസ്താദ് അനുഭവങ്ങളുടെ കനൽ പഥങ്ങൾ താണ്ടിയാണ് ജീവിതത്തിന്റെ മഹോന്നതികൾ കെട്ടിപ്പടുത്തത്. പിതാമഹനായ ആലി ഹാജി നടത്തിയിരുന്ന ഓത്തുപള്ളിയിൽ നിന്ന് അറിവിന്റെ ആദ്യ പാഠങ്ങൾ കേട്ടുതുടങ്ങി. 3 വർഷം അവിടെ പഠിച്ചതിനു ശേഷം തിരൂർക്കാട് മാപ്പിള സ്കൂളിൽ ഒരാഴ്ചയോളം ഔപചാരികമായി പോയി. 8ാം വയസ്സിൽ ഇരുമ്പുഴി തെക്കുംമുറി ദർസിൽ പെരിന്തൽമണ്ണ സീതാലി മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ കിതാബോത്ത് തുടങ്ങി. 4 വർഷത്തിനു ശേഷം വളപുരം KT മുഹമ്മദ് മുസ്ലിയാരുടെ പുത്തനങ്ങാടി ദർസിൽ, പിന്നീട് അബ്ദുൽ ഖാദർ എന്ന കായി മുസ്ലിയാരുടെ അരിപ്ര ദർസിലും പെരിമ്പലം ബാപ്പൂട്ടി മുസ്ലിയാരുടെ പടിഞ്ഞാറ്റുമുറി ദർസിലും പഠനം. 1964-ൽ ഉന്നത മതകലാലയമായ പട്ടിക്കാട് ജാമിയ നൂറിയയിൽ ചേർന്നു. ഒരു കാലഘട്ടത്തിന്റെ ജ്ഞാനപ്രപഞ്ചങ്ങളായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, ജമാലുദ്ദീൻ മുസ്ലിയാർ, വെല്ലൂർ അബൂബക്കർ മുസ്ലിയാർ എന്നിവരുടെ ഗുരുമൊഴികൾ കേട്ട് ആ കലാലയത്തിൽ നിന്ന് ഒരു പണ്ഡിത ശ്രേഷ്ഠൻ പിറവിയെടുത്തു. 16ാം വയസ്സിൽ തിരൂർക്കാട്ടെ പള്ളി മിഹ്റാബിൽ നിന്ന് ഖുതുബയോതി തുടങ്ങിയ പൊതുജീവിത പ്രയാണം കേരളത്തിൽ ഇസ്ലാമിക ജാഗരണത്തിന്റെ പ്രഭാവലയങ്ങൾ സൃഷ്ടിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ജ്ഞാനവിശുദ്ധിയുടെ പരിമളങ്ങൾ തലമുറകൾക്ക് കൈമാറുന്ന പട്ടിക്കാട് ജാമിയ നൂരിയയുടെയും ആഗോള ഇസ്ലാമിക ബൗദ്ധിക സംവേദനങ്ങളുടെ വിവിധ വേദികളുടെയും തെളിഞ്ഞു ശോഭിച്ച മുഖമായി മാറി. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്തുസ്താദും ഷംസുൽ ഉലമയും അടങ്ങുന്ന മഹാപ്രഭാവങ്ങളുടെ നേതൃത്വത്തിൽ പ്രശോഭിതമായ കാലത്ത് 1987 ഒക്ടോബർ 15-ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1991-ൽ സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിതനായി. 2010-ൽ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായി. 2016 ഫെബ്രുവരി 27-ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന അഭിമാന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു നിലാവ് പോലെ കടന്നുവന്നു. 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമുദായ ശാക്തീകരണ സംവിധാനങ്ങളും ആത്മീയ തുരുത്തുകളും അടങ്ങുന്ന പ്രസ്ഥാനത്തെ പരിഭവങ്ങൾക്കപ്പുറത്തെ സ്നേഹസമ്പന്നമായ ഇടപെടലുകൾ കൊണ്ട് മൃദുലമായി തലോടി. വരക്കൽ തങ്ങളും പാങ്ങിൽ ഉസ്താദും പറവണ്ണ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമയും കോട്ടുമല ഉസ്താദും ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളുമെല്ലാം കാണിച്ചു തന്ന വഴിയിൽ സമുദായ ജാഗ്രത ചേർത്തുപിടിച്ച് മുന്നോട്ട് നടന്നു. തളർന്നു പോകുമെന്ന് തോന്നിയ ഘട്ടങ്ങളിലെല്ലാം ഈ ആദർശ ജാഗരണത്തെ
കൈ പിടിച്ചുയർത്തി. ഒരാളുടെയും മുഖത്ത് ഇരുൾ വീഴ്ത്താതെ ഓരോരുത്തരുടെയും ജാഗ്രത തന്റേതുകൂടിയാണെന്ന് വിശ്വസിച്ച് എല്ലാവരുടെയും നായകനായി 5 പതിറ്റാണ്ടോളം ഉസ്താദിന്റെ അധ്യാപന വെളിച്ചം പുലർന്ന ഭൂമികയാണ് പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജ്. സമസ്തയുടെ നേതൃത്വത്തിൽ ഉലമായിന്റെയും ഉമറായിന്റെയും ആശീർവാദത്തോടെ പിറവികൊണ്ട ഈ മഹോന്നത മതകലാലയം ഉസ്താദിന്റെ ഉൾത്തുടിപ്പായിരുന്നു. ഒരു ജീവിതചര്യ പോലെ പുലരുന്ന ഓരോ പ്രഭാതത്തിലും ജാമിയായുടെ മിടിപ്പിൽ അലിഞ്ഞു ചേർന്നു. അവിടെയൊന്ന് പോയി അറിവിന്റെ ഒരു വരിയെങ്കിലും പറഞ്ഞുകൊടുക്കാൻ മനസ്സ് എപ്പോഴും ആഗ്രഹിച്ചു. ആയിരങ്ങൾക്ക് നേര് പറഞ്ഞുകൊടുത്തും സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ ജീവിതം സമർപ്പിച്ചും ഉസ്താദ് ഒരു ജനതയുടെ ഷെയ്ഖുൽ ജാമിയയായി. ആഗോള ഇസ്ലാമിക ചലനങ്ങളെ അടുത്തറിയാനും പ്രബോധനത്തിന്റെ പുതിയ സാധ്യതകൾ ഉപയോഗിക്കാനും എന്നും ശ്രമിച്ച ധിഷണാശാലിയായ പണ്ഡിതനായിരുന്നു ഉസ്താദ്. 1986 ഇന്ത്യയിലെ ലിബിയൻ എംബസി ഹൈദരാബാദിൽ നടത്തിയ ഇന്റർനാഷണൽ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിച്ചതു മുതൽ ഉസ്താദ് സമസ്തയുടെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ആഗോള മുഖമായി മാറി. 1987 ഹൈദരാബാദ് ഇഫ്ലു യൂണിവേഴ്സിറ്റിയുടെ സിലബസ് രൂപീകരണ സമിതി അംഗമായി. 2012 മുസ്ലിം വേൾഡ് ലീഗിന്റെ ഫിഖ് കൌൺസിൽ അംഗമായതോടെ ആഗോള തലത്തിലെ വിവിധ പണ്ഡിത അക്കാദമിക കൂട്ടായ്മകളിൽ പലതവണ രാജ്യത്തിന്റെ പ്രതിനിധിയായി. 2006 കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഥമ മലയാളി വൈസ് ചെയർമാൻ, 2003 കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, സംസ്ഥാന മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ, സുപ്രഭാതം ദിനപത്രത്തിന്റെ വൈസ് ചെയർമാൻ, സുന്നി അഫ്കാർ വാരിക, അൽ മുഅല്ലിം മാസിക, അന്നൂർ മാസിക എന്നിവയുടെ ചീഫ് എഡിറ്റർ, സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ്, സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൌൺസിൽ വൈസ് ചെയർമാൻ, കാസർഗോഡ് സംയുക്ത മഹൽ ജമാഅത്ത് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലെ ഖാലി, നിരവധി സ്ഥാപനങ്ങളുടെ ഭാരവാഹിത്വം തുടങ്ങിയ ബഹുവിധ ഉത്തരവാദിത്വങ്ങളിലൂടെ ഒരു ജനതയുടെ പ്രതീക്ഷകൾക്ക് ക്രിയാത്മക പ്രവർത്തനങ്ങളുടെ നേരുകൊണ്ട് കാവൽ നിന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രൗഢമായ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സാക്ഷിയായാണ് കർമ്മനായകൻ വിടവാങ്ങിയത്. 2024 ബാംഗ്ലൂരുവിൽ നടന്ന ശതാബ്ദി പ്രചാരണോദ്ഘാടന വേദിയിൽ സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിച്ച് പ്രവർത്തകരെ ഇനിയുള്ള ഉത്തരവാദിത്വങ്ങളുടെ ചൂടറിയിച്ചു. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച ശതാബ്ദി സന്ദേശയാത്രയുടെ കൊടി കൈമാറിയതും സമ്മേളനത്തിന്റെ മുന്നോടിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സമസ്തയുടെ കൊടികൾ വരക്കൽ മഖാമിൽ സ്വീകരിച്ചതും പ്രായാധിക്യത്തിന്റെ അവശതയിലും ആ കൈകളായിരുന്നു. സമ്മേളനാരവങ്ങൾ ഉയർത്തി കാസർകോട് കുണിയയുടെ മണ്ണിൽ ആദർശ വിശുദ്ധിയുടെ മൂവർണ്ണ കൊടി വാനിലേക്കുയർത്താൻ മഹാസമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ കൂടിയായ അഭിവന്ദ്യ നായകൻ മുന്നിലുണ്ടായിരുന്നു. നന്മയുടെയും നേരിന്റെയും ശാന്തി വഴികൾ പ്രശോഭിതമാകാൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷംസുൽ ഉലമയും കോട്ടുമല ഉസ്താദും കൈമാറിയ ആശയ പാഠങ്ങൾ നിലനിർത്താൻ തലമുറകളുടെ ഭാവി 1000 വെളിച്ചത്തിന്റെ ശക്തിയിൽ ജ്വലിച്ചു നിൽക്കാൻ തന്റെ കർമ്മം വിശുദ്ധമാകണമെന്ന്, തന്റെ തലമുറയും വളരുന്ന തലമുറയും നിഷ്കളങ്കമാകണമെന്ന് ഏതു നേരവും ആഗ്രഹിച്ചു. അതിനുവേണ്ടി സദാ പ്രയത്നിച്ചു, പ്രാർത്ഥിച്ചു. പറഞ്ഞതിലേറെ വലുതും ചെറുതും ഒക്കെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് ശംസുൽ ഉലമയുടെ മകനാണ് ഈ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുത്രനാണ്. ആ സമർപ്പിക്കപ്പെട്ട ലേഖനം റാബിത്തിന്റെ മുമ്പിലും അതിനെക്കാണ് വലിയ സമിതിയിലും ഒക്കെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും, നമ്മൾക്ക് കഴിയും, ശംസുൽ ഉലമയുടെ മക്കൾക്ക് കഴിയും, പേരമക്കൾക്ക് കഴിയും. അതായിരിക്കണം നിങ്ങളുടെ സിദ്ധാന്തം, അതായിരിക്കണം നിങ്ങളുടെ പണി. നിങ്ങൾ ഒരു നിലക്കും തെറ്റിപ്പോകരുത്, മാറിപ്പോകരുത്. നേരല്ല സിറാത്തുൽ മുസ്തഖീം.
2026 ജൂലൈ 23 സായാഹ്നത്തിൽ കൂരാക്കൂരിരുട്ടിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ ഓർമ്മിപ്പിക്കുന്നത് ഒരു നായകന്റെ നിസ്തുല ജീവിതത്തിന്റെ ഔന്നത്യമാണ്. പതിനായിരങ്ങളുടെ പ്രാർത്ഥനയും കണ്ണീരും, സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും അനുഗ്രഹങ്ങളും വിതുമ്പലുകളും, ഒരു മഹാജീവിതത്തിന് കർമ്മമണ്ഡലം നൽകിയ വാക്കുകൾക്കതീതമായ യാത്രയയപ്പ്. അവരുടെ നായകൻ കൊളുത്തിയ വെളിച്ചവും പകർന്ന ഊർജവും സ്വീകരിച്ചു പൂർവികർ കൈമാറിയ ആദർശ വിശുദ്ധിയുടെ മൂവർണ്ണ പതാക താഴാതെ വീഴാതെ സംരക്ഷിച്ച് സത്യത്തിന്റെയും നീതിയുടെയും നിലപാടിൽ ഈ ജനത മുന്നോട്ടു പോകും. കാലം അതിന് വഴിയൊരുക്കി കാവലിരിക്കും.